Hi dear friends, Assalamu alaikum. ഇന്ന് നിഞ്ച എയർ ഫ്രയറിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഡെമോ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കുന്നില്ല. അതേപോലെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇതിൽ കുക്കിംഗ് നടക്കുന്നത്. പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഒരു ഓവനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാം നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അതായത് ബേക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും അതുപോലെ റീഹീറ്റ് ചെയ്യാനും ഒക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാം. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു റെസിപ്പി ഗൈഡാണ്. $5.2 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇതിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനുള്ളിലുള്ള ഈ പ്ലേറ്റ് ക്രിസ്പർ പ്ലേറ്റ് എന്നാണ് പറയുന്നത്. കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മീറ്റ് ആയാലും പൊട്ടറ്റോ എല്ലാം നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയാലും ഒക്കെ നമുക്കിതിൽ ഡീഹൈഡ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ മൈക്രോവേവിൽ നമ്മൾ ഫുഡൊക്കെ ചൂടാക്കി എടുക്കുന്ന പോലെ ഇതിൽ നമുക്ക് റീഹീറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിതിലൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. ഇതിലെന്തും കുക്ക് ചെയ്യുന്നതിന് മുന്നേ 3 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ 3 മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇത് പ്രീഹീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൈഡിലൊന്നും കൈയൊന്നും തട്ടാതെ വേണം ഇതിലേക്ക് നിരത്തി കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് കുക്ക് ചെയ്യാനുള്ള ടെമ്പറേച്ചറും ഒക്കെ ഇതിൽ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ വേവാൻ എടുക്കുന്ന ടൈം എന്ന് ഇതിൽ പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ ടൈം കുറഞ്ഞും വരാം. 20 മിനിറ്റ്സ് തന്നെയാണ് നമ്മളിതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഒരു പ്രാവശ്യം തന്നെ ഒറ്റയടിക്ക് നമുക്കിതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ചിക്കന്, ഫിഷ്, മീറ്റ്, അതുപോലെ പൊട്ടറ്റോ, വെജിറ്റബിൾസിൻ്റെയും അതുപോലെ കേക്ക് ബേക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചറും അതിനുള്ള ആവശ്യമായിട്ടുള്ള ടൈമും ഒക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുക്കാവാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആയി. ഓരോ 5 മിനിറ്റിലും നമ്മളിത് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും ഒരേപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോ 5 മിനിറ്റിലും ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ ഇനിയും ടൈം 4 മിനിറ്റ് കൂടി കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ഓയിലൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീയൊക്കെ എങ്ങാനും കൂടിപ്പോയാൽ സൈഡൊക്കെ കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നാൽ ഇത് എല്ലാം ഈവനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാം ലൈറ്റ് ഗോൾഡൻ കളറിൽ തന്നെ നമുക്കിതെല്ലാം ഒരേപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓയിലില്ലാതെ ഫ്രൈ ചെയ്തുകൊണ്ട് അങ്ങനെ വലിയ ടേസ്റ്റ് മാറ്റമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇനിയും ഇതേപോലെ എയർ ഫ്രയറിൽ ബേക്ക് ചെയ്യുന്നതും ഗ്രില്ല് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇനിയും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.